എല്ലാവർക്കും നമസ്കാരം. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജാസ്മിനെയും ഗബ്രിയെയും പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ജിൻഡോ ലാലേട്ടൻ്റെ മുന്നിൽ അവതരിപ്പിക്കണ്ടേ. അതിനെ തുടർന്ന് ഇവർക്ക് രണ്ടുപേർക്കും ജിൻഡോയോട് തീർത്താ തീരാത്ത വൈരാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതവർ അന്ന് മുതൽ പല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഹൗസ് മേറ്റ്സിന് പലർക്കും ഇത് മനസ്സിലായിട്ടില്ല. ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൂടി ഇവർ കരുവാക്കുകയാണ് എന്നുള്ളൊരു കാര്യം മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ടില്ല. തുടക്കം മുതൽ ജിൻഡോ മണ്ടൻ മണ്ടൻ എന്നുള്ള വിളി കേട്ടുകൊണ്ടിരുന്ന ആളാണ്. നമ്മൾ പ്രേക്ഷകരിൽ കുറേ അധികം പേരും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ശരീരമുണ്ടെങ്കിലും ബുദ്ധി വളർച്ച ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരാൾ, മണ്ടത്തരം പറയുന്ന ഒരാൾ എന്നുള്ള ഒരു ലെവലിലാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗവും അകത്തുള്ളവരും അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അകത്തുള്ളവർ ഇപ്പോഴും ആ ഒരു ലെവലിലാണ് ഇദ്ദേഹത്തെ കാണുന്നതും മനസ്സിലാക്കുന്നതും. നേരിട്ടും അല്ലാതെയും മണ്ടൻ മണ്ടൻ എന്നുള്ള വിളി നിരന്തരം കേൾക്കുന്ന ഒരാൾ കൂടിയിട്ടാണ് ജിൻഡോ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും അവരോട് എന്തെങ്കിലും പറയുമ്പോൾ തമാശ രീതിയിൽ മണ്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഞാൻ മണ്ടനല്ല, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറയും. അങ്ങനെയുള്ളപ്പോൾ സെലിബ്രിറ്റികളുടെ ബോഡി ബിൽഡർ ആയിട്ടുള്ള ട്രെയിനറായിട്ടുള്ള ജിൻഡോയെ പോലുള്ള ഒരാൾ നിരന്തരം ഇങ്ങനൊരു വിളി കേൾക്കുകയാണ്. മണ്ടൻ മണ്ടൻ എന്നുള്ള വിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അയാൾ സഹിക്കുന്നുണ്ട്. അത് പോരാതെ ഓരോ കാര്യത്തിനും അയാളെ ആക്ഷേപിക്കുന്നു പല ആൾക്കാരും, പ്രത്യേകിച്ച് ഗബ്രിയും ജാസ്മിനും. നമ്മൾ കണ്ടതാണ്, അലക്ക് ടാസ്ക് കൊടുത്തപ്പോൾ ചെറ്റേന്ന് ആദ്യം ഒരു തവണ വിളിച്ചു, ചെറ്റകളെന്ന് പറഞ്ഞു, അതിന് മൈൻഡ് ചെയ്തില്ല. ചെറ്റേന്ന് മുഖത്ത് നോക്കി വിളിച്ചപ്പോൾ നമ്മളൊക്കെയാണ് സാധാരണ ഇങ്ങനൊരു വിളി കേൾക്കുന്നതെങ്കിൽ ചെറ്റേന്ന് നമ്മളെ വിളിച്ചാൽ നമ്മൾ എന്തോന്ന് വിളി കേൾക്കുമോ? നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നീ ആടാ ചെറ്റാന്ന് തിരിച്ചു പറയും. അല്ലെങ്കിൽ എന്താ പറയുക, നീ നിന്റെ വീട്ടിൽ പോയി വിളിക്കടാന്ന് പറയും, അല്ലേ? അത് തന്നെയാണ് അവിടെ ജിൻഡോയും ചെയ്തത്. ചെറ്റേന്ന് വിളിച്ചപ്പോൾ തിരിച്ച് അതുപോലെ പ്രതികരിച്ചു. നീ അത് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാന്ന് പറഞ്ഞത് ആരും പറയുന്നതാണ്, വെറുതെ പറഞ്ഞല്ല. അപ്പം അതിന് ചൂടായി, നീ എൻ്റെ വീട്ടുകാരെ പറഞ്ഞോടാന്ന് പറഞ്ഞു ഗബ്രി മറ്റുള്ളവർ എല്ലാവരും കൂടി അങ്ങോട്ട് ഏറ്റുപിടിച്ചു. അപ്പോൾ ജിൻഡോയെ ചെറ്റാന്ന് വിളിച്ചപ്പോൾ പ്രതികരിക്കാൻ ആരും ഉണ്ടായില്ല. ഒരാൾ പോലും ജിൻഡോയ്ക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ജിൻഡോയിൻ്റെ ടീമിലുള്ള ആളുകൾ വരെ ജിൻഡോയ്ക്ക് അനുകൂലമായി പറഞ്ഞില്ല. ജിൻഡോയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതാണ്. റസ്മിനും അർജുനും പവർ ടീമിൽ ഉൾപ്പെട്ടതാണ് ജിൻഡോൻ്റെ ഏറ്റവും വലിയ പരാജയമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം സ്വന്തം ടീമിലുള്ള ആൾക്കാർ തന്നെ അയാൾക്ക് പാരയായിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ സപ്പോർട്ട് ചെയ്യേണ്ട, ഒരു ടീമായി കളിക്കേണ്ട ഗെയിമാണ്. ആ ടീം ജയിക്കണം, പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു ധാരണ പോലും ഇല്ലാതെ ടീം തോറ്റാലും വിരോധമല്ല, ഇയാളെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് റസ്മിനും അർജുനും. അർജുൻ വളരെ മോശം, വളരെ നല്ലൊരു മനുഷ്യനാണ് അർജുൻ എന്നാണ് ഞാനൊക്കെ കരുതിയിരുന്നത്. തുടക്കം മുതൽ അത് ഹൗസിനുള്ളിലുള്ളതിനും വെച്ച് ഏറ്റവും മാന്യനായിട്ടുള്ളൊരു വ്യക്തി, നല്ല വ്യക്തിയാണ് അർജുൻ എന്നാണ് ഇതുവരെ കണക്കാക്കിയിരുന്നത്. പക്ഷേ അർജുന് വെറും ഒന്നും അല്ലാത്തൊരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കണം. വേറെ ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് സ്വന്തം ഒരു അഭിപ്രായമോ തീരുമാനമോ ഒന്നും ഇല്ലാതെ എന്തൊക്കെയോ പറയുന്നൊരു അർജുൻ ഇന്നലെ കണ്ടു. എന്നാൽ സ്വന്തം ടീമിലൊരു അംഗത്തെ ചെറ്റാന്ന് വിളിച്ചപ്പോൾ അപ്പം പ്രതിരോധിക്കണമായിരുന്നു. അതിന് പകരം നോക്കി നിന്നിട്ട് അയാൾ തിരിച്ചു പറഞ്ഞപ്പോൾ മാത്രം അതിന് ഗബ്രിക്കും ജാസ്മിനും മറ്റുള്ളവർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു റസ്മിനെയും അർജുനെയും നമ്മൾ കണ്ടു. ഹൗസിനുള്ള എല്ലാവരും, ഭൂരിഭാഗം പേരും, അൻസിബയും ഋഷിയും യമുനയും അങ്ങനെയുള്ള കുറച്ച് പേരൊഴികെ ബാക്കി ഭൂരിഭാഗം പേരും ഈ ജിൻഡോയ്ക്കെതിരെയാണ്. അപ്പോൾ ഈ സത്യത്തിൽ എന്താ ഉണ്ടായിന്ന് വെച്ചാൽ, ഈ സീസണിലെ രാജാവിനെ ഹൗസിനുള്ളിൽ ഉള്ളവർ തന്നെ തീരുമാനിച്ചു എന്ന് വേണം കരുതാൻ. ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഈ സീസണിലെ രാജാവ് ആരാണ് എന്ന് ഹൗസ് മേറ്റ്സ് തന്നെ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതാണ് ഇപ്പോൾ ശരിക്കും അവിടെ നടന്നത്. ഒരു മനുഷ്യനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, അതും നിസ്സാര കാരണങ്ങളുടെ പേരിൽ. ഇന്നത്തെ വഴക്കിനിടയിൽ ജാസ്മിൻ പറയുന്നുണ്ട് ലൈവില്, തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ്, തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്, തന്തയില്ലാത്തവനെന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അതാർക്കും പ്രശ്നമല്ല. ജിൻഡോയെ കയറി തന്തയില്ലാത്തവനെന്ന് വിളിച്ചത് ഒരാൾക്കും പ്രശ്നമല്ല. ആരും അത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ച് ജിൻഡോ പറഞ്ഞതാണ് എല്ലാവർക്കും പ്രശ്നമായി മാറിയത്. അതുപോലെ അയാളെ പല പല വാക്കുകൾ കൊണ്ട് മണ്ടൻ, പൊട്ടൻ, ബുദ്ധിയില്ലാത്തവൻ, ബുദ്ധി വളർച്ച വരട്ടെ എന്നൊക്കെ ടാസ്കിനിടയിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ പറയുന്നതിനോട് ആർക്കും ഒരു എതിർപ്പില്ല. അയാളെ ആർക്കും എന്തും എപ്പോഴും പറയാം, അയാളോട് പെരുമാറാം. പക്ഷെ അയാൾ തിരിച്ച് പ്രതികരിച്ചാൽ മാത്രമാണ് ബാക്കിയുള്ളവർക്കൊക്കെ വിഷയം. അതുപോലെ തന്നെ ഗബ്രി ഇപ്പോൾ അയാളോട് കാണിക്കുന്നത് വളരെ മോശം. അത് ജിൻഡോ തന്നെ പറയുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ അവൻ തന്നെ തിരിച്ചടിക്കുന്നത് ജിൻഡോ ബുദ്ധിയുള്ള ആളാണ്, പൊട്ടണമൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ള ആളാണ്.
അപ്പോൾ ജിൻഡോ തന്നെ പറയുന്നുണ്ട് ഇത് അവൻ തന്നെ തിരിച്ചടിക്കും. കാരണം ഒന്നാമത് ഗബ്രി പറയുന്നത് ബോഡി ഷേമിങ് നടത്തി എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താ, സെക്ഷൽ ഹരാസ്മെന്റ് നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അയാളെ ബാഡ് ടച്ച് നടത്തി, എനിക്കത് മനസ്സിലായി, എൻ്റെ ബോഡിയിൽ ബാഡ് ടച്ച് നടത്തി എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് സുരേഷ് ആണ് ഇത് ചെയ്തത് നമ്മുടെ രതീഷിനോട്. അപ്പോൾ പക്ഷേ അത് അവർ തമ്മിലുള്ള പേഴ്സണലായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളും അടിയും വഴക്കും ഒക്കെ ആയിട്ടാണ് ഒരു കണക്കിന് മറ്റേ ആൾ കുറച്ച് ഓവറായിരുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ജാൻമണിയൊക്കെ അയാൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റിവെഞ്ച് എന്നുള്ള നിലയ്ക്കാണ് തിരിച്ച് സുരേഷ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഗബ്രി എന്ന് പറഞ്ഞാൽ ഗബ്രിയോട് ഒരു തരത്തിലും, ജിൻഡോയെ നമുക്കറിയാം അങ്ങനെ മോശമായി പെരുമാറുന്ന ഒരാളോ ആ ഹൗസിനുള്ള അയാളുടെ ലൈവ് കാണുന്നവർക്കൊക്കെ അറിയാം, അയാൾ ഓരോരുത്തരോടും പെരുമാറുന്ന രീതിയൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ ജിൻഡോന് മനസ്സിലാവുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട് 24/7 ലൈവാണ്, ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ കണ്ട് മനസ്സിലാക്കും ഞാൻ എങ്ങനെയാണ് പെരുമാറിയത്, ഞാൻ എന്താണ് ഇതിനുള്ളിൽ ചെയ്യുന്നതെന്ന് അവർ കണ്ട് തിരിച്ചറിയും. നിങ്ങൾ പറയണ്ട, നിങ്ങളല്ല പറയേണ്ടതെന്ന്, അതൊരു സത്യാവസ്ഥയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ഓരോ ബിഹേവിയറും. അല്ലെ, ശരിയാണ്, അയാളുടെ വായിന്ന് പല രീതിയിലുള്ള മോശം വാക്കുകളും വീഴുന്നുണ്ട്. അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു നോർമൽ മനുഷ്യൻ പ്രതികരിക്കുന്ന രീതി തന്നെയാണ് പ്രതികരിക്കുന്നത്. വലിയ വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. നോർമലി ഒരു മനുഷ്യനെ ചെറ്റെന്ന് വിളിച്ചാൽ നീ ഇവിടെ ചെറ്റൻ തിരിച്ചു വിളിക്കുക, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പോയി വിളിക്കലാന്ന് ആരും പറയും. ആ രീതിയിലാണ് അയാൾ പ്രതികരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരാളെ കയറി അനാവശ്യം പറയുന്നില്ല. അയാളോട് വരുമ്പോഴാണ് അയാൾ അതൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്കത് നല്ലോണം തിരിച്ചറിയുന്നുണ്ട്. പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ട്, എനിക്ക് അതിൽ ടെൻഷൻ ഇല്ലാന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഗബ്രി പറയുന്നത് ഇയാൾ എന്നോട് മോശമായി പെരുമാറി. അപ്പോൾ ഗബ്രിയുടെയും കൂട്ടരുടെയും വിചാരം, ഇപ്പോൾ ഹൗസ്മേറ്റ്സ് മുഴുവനും എന്താ ചിന്തിച്ചിരിക്കുന്നത്, പിന്നെ രതീഷിനെതിരെ സുരേഷ് നടത്തിയ ആ ഒരു ആരോപണമാണ് സുരേഷ് വെളിയിൽ പോകാൻ കാരണം എന്നാണ് ഈ പൊട്ടന്മാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജിൻഡോനെ ഈ ഒരു കാരണം പറഞ്ഞ് പുറത്താക്കാം, അപ്പോൾ നാട്ടുകാർ വിശ്വസിച്ചോളും എന്നുള്ളതാണ് ഈ മണ്ടന്മാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ പ്രേക്ഷകർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ദിവസം കൊണ്ട് ഇയാളെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടിട്ട് ഇയാളെ ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും ഇയാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതാണ് ശരിക്കും ഈ ബിഗ് ബോസിന്റെ ഒരു ഹൈലൈറ്റ്. എല്ലാ സീസണിലും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ എല്ലാവരും കൂടി അത് എന്തിൻ്റെ പേരിലായാലും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അയാളോടൊരു സഹതാപവും സ്നേഹവും നമ്മൾ പ്രേക്ഷകർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഇത്രയും സീസൺ കണ്ടിട്ടും മനസ്സിലാകാത്ത പൊട്ടന്മാരാണ് അകത്തിരിക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ തന്നെ ഒരു രാജാവിനെ ക്രിയേറ്റ് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ. ഇതുവരെ ഒരാൾക്കും ഒരാളോടും പ്രത്യേകിച്ച് ഒരു ഇഷ്ടവും മമതയോ പ്രേക്ഷകർക്ക് തോന്നിയിട്ടില്ല. ഒരാൾക്ക് വേണ്ടിയിട്ടും ആരും ഘോരം വാദിക്കുന്നതൊന്നും നമ്മൾ കഴിഞ്ഞ സീസണിലുള്ള പോലെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു 2 ദിവസം കൊണ്ട് അതിന് പെട്ടെന്നൊരു മാറ്റം വരികയാണ്. ഒരു ജിൻഡോ തരംഗം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുള്ള വഴിമരുന്നിട്ടത് ഹൗസിനുള്ള ആൾക്കാർ തന്നെയാണ്. അത് ഋഷിക്കും മനസ്സിലേക്കൊക്കെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഇവർ ഈ പറയുന്നത് വളരെ മണ്ടത്തരാണ്. യമുനയൊക്കെ പറയുന്നുണ്ട് വളരെ മണ്ടത്തരാണ്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതായത് ജാസ്മിനെയും ഗബ്രീനെയും അവിടെ മോശമായി ചിത്രീകരിച്ചപ്പോൾ ആ നാണയത്തിൽ തന്നെ അവർ പ്രതികരിക്കാമെന്ന് ഉള്ള ഉദ്ദേശത്തിൽ ചെയ്തതിൽ മറ്റ് ഹൗസ്മേറ്റ്സും കൂടി വീണു ഇവരുടെ ഈ ഒരു അജണ്ടയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അപ്സരയ്ക്കൊക്കെ ഇത് എന്ത് പറ്റി? കുറഞ്ഞൊരു വിവേകത്തോടെ ചിന്തിക്കുന്ന ആളായിരുന്നു അപ്സരയൊക്കെ. ആ അപ്സരയ്ക്ക് ഇങ്ങനൊരു ട്രാപ്പിൽ ചെന്ന് വീണതാണ് വളരെ അതിശയകരമായിട്ട് തോന്നുന്നത്. അല്ല, അത്രയ്ക്ക് മോശം വ്യക്തിയൊന്നല്ല ഈ ജിൻഡോ. നമ്മളവിടെ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മണ്ടത്തരവും പൊട്ടത്തരവും ഒക്കെ പറയുന്നുണ്ട്. ഇനി റിയൽ ആയിട്ടാണോ അത് പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ള തന്ത്രമാണോ എന്നൊന്നും നമുക്കറിയില്ല. അയാൾ ഒരുപാട് സെലിബ്രിറ്റികളെ കണ്ട് ട്രെയിൻ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അയാൾക്ക് ഒരാൾ എങ്ങനെ പെരുമാറണം, ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ആൾക്ക് വ്യക്തമായിട്ടൊരു ധാരണയിലാണ്. അയാളെ കുറിച്ചിട്ടാണ് ഗബ്രി ഇങ്ങനെ മോശം വർത്തമാനം പറയുന്നത്. അതാണ് അത്. എന്നിട്ടോ ആരെ പറയണമെന്ന് നമ്മൾ ചിന്തിക്കണം. നീ കാണിച്ചു തരുവോടി എന്ന് ജാസ്മിനോട് ചോദിച്ച, സ്വന്തം കൂട്ടുകാരിയോട് നീ കാണിച്ചു തരുവോടി എന്ന് ചോദിച്ച ഒരു വ്യക്തിയാണ് മറ്റൊരു പുരുഷനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട് അല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ മോശം ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഗബ്രിയ നടത്തിയത്? സത്യം പറഞ്ഞാൽ ഗബ്രീനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഗബ്രിയാണ് ആ വീട്ടിലിപ്പോൾ അനാവശ്യമായിട്ടുള്ള, ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, എന്നാലേ ബിഗ് ബോസ് ഹൗസ് നല്ല ഉഷാറായിട്ട് നിൽക്കുള്ളൂ. പ്രശ്നങ്ങൾ വേണം, കണ്ടന്റ് വേണം, ഒക്കെ വേണം. പക്ഷേ ഗബ്രി എന്ന് പറഞ്ഞാൽ വളരെ വൾഗറായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായി. ഇത്രയും ദിവസമായിട്ട് സ്വന്തമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു ഗബ്രി ഈ ജാസ്മിൻ്റെ മൂടും താങ്ങി ഇങ്ങനെ നടന്ന് അവിടെ എവിടെയും പോയിരുന്ന് ഓരോന്നും ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഇവരുടെ ഈ കൂട്ടുകെട്ടിനെ കോംബോയെ പറയുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുന്നൊരു രീതിയാണ് ഗബ്രിക്കും ജാസ്മിനും ഉള്ളത്. ഈ ജിൻഡോ എന്ന് പറഞ്ഞാൽ ആരെയും നിഴലായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയല്ല. അയാൾ സ്വന്തമായി നിന്നിട്ട് കളിക്കുന്ന, എല്ലാവരും കൂടി അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും അയാൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിലനിന്ന് പോണത്. ഗബ്രീനെ പോലല്ല. ഗബ്രി എല്ലാവരെയും താങ്ങി നിൽക്കുന്ന പോലെ അല്ല.
അപ്പോൾ ഗബ്രിയാണ് ശരിക്കും വൾഗറായിട്ടുള്ള ഒരു ഗെയിം ഇപ്പോൾ ബിഗ് ബോസിനകത്ത് കളിക്കുന്നത്. അയാളാണ് ശരിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകേണ്ടത്. ബാക്കിയുള്ളവരെല്ലാവരും നല്ല റൂട്ടിൽ അവനവൻ്റേതായിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജിൻഡോ ഇല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഇല്ല എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ജിൻഡോനെ ചുറ്റിപ്പറ്റിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആക്രമിക്കാൻ വേറെ ആരുമില്ല. അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സുഹൃത്തുക്കളും സ്നേഹിതകളും ഒക്കെയാണ്. ഇപ്പോൾ നോറയും പിന്നെ അതുപോലെ നമ്മുടെ റസ്മിനും ജാൻമണിയും കൂടിയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ. നോറേനെ വളരെ മോശമായ രീതിയിൽ ജാൻമണി പറഞ്ഞു, അതുപോലെ തന്നെ റസ്മിനെ പറഞ്ഞു. റസ്മിനെ എന്താണ് പറഞ്ഞത്? അവളുടെ തല എൻ്റെ കാഴ്ചയോട്ട് കൊണ്ടും ജീവിതം നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അങ്ങനത്തെ പുറത്തിറങ്ങി ജീവിക്കാൻ സമ്മതിക്കില്ല, ജീവിതം നശിപ്പിച്ച് കളയും. ഒരാൾ പോലും അതിനെതിരെ പ്രതികരിച്ചില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ജാൻമണിക്ക് നേരെ അറ്റാക്ക് അഴിച്ചു വിട്ടില്ല? ഈ ജിൻഡോയ്ക്ക് നേരെ നടത്തിയ പോലെ പുറത്തു പോയി ജീവിക്കാൻ, അകത്തെ കാര്യമല്ല പറഞ്ഞു, പുറത്തു പോയി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഒരാൾ പറയാൻ പാടില്ല. അതൊരു ഭീഷണിയാണ് അല്ലേ. അപ്പം ആ ഭീഷണിക്കെതിരെ അവിടെയുള്ളവർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പം അതൊന്നും അവർക്കാർക്കും വിഷയമല്ല. ഇയാളെ പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വളരെയധികം ബൂസ്റ്റ് ചെയ്ത് കാണിച്ചു. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ കയറി വരികയാണോ എന്നൊരു തോന്നൽ വന്നപ്പോൾ എല്ലാവരും കൂടി തങ്ങളുടെ എതിരാളി ഇയാളാണ്, ഇയാളെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തണം. അത് ഏത് തരത്തിലായാലും വിരോധന, ഏത് നാണം കെട്ട തറ പരിപാടി കളിച്ചാലും സാരല്ല, ഇയാളെ അടിച്ചമർത്തണം, എന്തെങ്കിലും നുണക്കഥ പ്രചരിപ്പിച്ചിട്ടായാലും ഇയാളെ പുറത്താക്കണം എന്നുള്ളൊരു തരത്തിലേക്ക് ഹൗസ് മേറ്റ്സ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇന്നലത്തെയൊക്കെ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. ഇന്ന് രാവിലെ തന്നെ ലൈവിൽ തുടങ്ങിയിട്ടുണ്ട് ജിൻഡോയ്ക്ക് നേരെയുള്ള അറ്റാക്ക്. ആ ഹൗസിനുള്ളിൽ വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. ജിൻഡോയെ ആക്രമിക്കുക, ജിൻഡോയെ അനാവശ്യം പറയുക, നാറിന്ന് വിളിക്കുക, മണ്ടന്ന് വിളിക്കുക, പൊട്ടന്ന് വിളിക്കുക, തടി ഉണ്ടായിട്ട് കാര്യമില്ല, തലയ്ക്കകത്ത് ആള് താമസം വേണമെന്ന് പറയുക. മുഖത്ത് നോക്കി തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ അവഹേളിക്കുന്നത്. വേറെ ആരോടെങ്കിലും ആണ് ഇങ്ങനെ നീ മണ്ടാ പൊട്ടാന്നൊക്കെ 4 തവണ വിളിച്ചു കഴിഞ്ഞാൽ അടി പൊട്ടൂലേ അവിടെ. അപ്പോൾ അങ്ങനെ എന്തും പറയാം, അത് ചോദ്യം ചെയ്യാൻ ഒരാൾ പോലും അയാളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. അത് ഈ ഹൗസ് മേറ്റ്സിന് തന്നെ ദോഷം ചെയ്യും. ഈ സീസണിലെ രാജാവ് എന്തായാലും രൂപപ്പെട്ടു തന്നെയാണ് ഈ 2 ദിവസം കൊണ്ട് മനസ്സിലാവുന്നത്. കാരണം പ്രേക്ഷകരുടെ അത്രയും സ്നേഹവും സഹതാപവും ഈ 2 ദിവസം കൊണ്ട് ജിൻഡോയിലേക്ക് വന്നു ചേർന്നുണ്ട്. അതിന് കാരണം ഹൗസ് മേറ്റ്സ് തന്നെയാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. അത്രയേ ഉള്ളൂ.